ഈ വലിയ രസമില്ല ബ്രോ. ചുമ്മാ കണ്ടോണ്ടിരിക്കാന്നുള്ളു. ഫസ്റ്റ് ഹാഫ് ഭയങ്കര ബോറാണ്. നമുക്ക് ഒന്നും റിലേറ്റ് ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങളാണ്. കൂടുതൽ എടുത്ത് പറയുന്നത് നമുക്ക് 30 കഴിഞ്ഞ ആമ്പിളർ ഇപ്പോഴും കല്യാണം കഴിക്കാൻ പറ്റാത്ത ആൾക്കാരുടെ കാര്യം പറയുന്നത്. പക്ഷെ അതൊക്കെ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ ഡിപ്രഷൻ ചത്തുപോകും. നമ്മളൊരു ലൈഫ് സ്റ്റോറി തന്നെയാണോ ഈ പടം? ഒന്നും റിലേറ്റ് ചെയ്യാനായിട്ട് ഒന്നുമില്ല. ചുമ്മാ കണ്ടോണ്ടിരിക്കാം. എങ്ങനെയുണ്ട് കോമഡിയും കാര്യങ്ങളൊക്കെ? കോമഡി ഒന്നും വർക്കാവാത്ത കോമഡിച്ചാണ്. ഒരുപാട് നായികമാരൊക്കെ ഉണ്ടായിരുന്നല്ലോ, ഇല്ലില്ല, ഒരു റോളും ഇല്ല, പ്രത്യേകിച്ച് ഒന്നുമില്ല. ഇല്ല, ഇവർക്ക് ചുമ്മാ വന്നു. ട്രെയിലറൊക്കെ കണ്ടിട്ട് ഇല്ല ഇല്ല, വിനീത് എനിക്ക് തോന്നുന്നില്ല. വിനീത് ശ്രീനിവാസന്റെ എനിക്കൊന്ന് വളരെ മോശം ഇതാണ് എനിക്ക് ഫീൽ ചെയ്തത്. കൊള്ളത്തില്ല അത്. പോരാ പോരാ, എന്ത് പറ്റി? കോമഡി അല്ലായിരുന്നു പടം. ഇല്ലില്ല, എല്ലാം ബാക്ക് ഫയർ ചെയ്തു. നല്ല സിനിമയാണ്, സൂപ്പറായിട്ട്, സൂപ്പർ സിനിമയാണ്. ഫാമിലി ആയിട്ട് എല്ലാവർക്കും ധൈര്യമായിട്ട് അന്ന് കാണാം. നമ്മളെ ചിരിപ്പിച്ച് സ്റ്റാർട്ടിങ് ടു തന്നെ നമ്മളെ കുടുകൂടാ ചിരിപ്പിക്കുക, ഇടയ്ക്കിടയ്ക്ക് ചിരിപ്പിച്ചുകൊണ്ടേയിരിക്കുക. അത്രയ്ക്ക് നല്ലൊരു സിനിമയാണ്. പിന്നെ മോഹൻ്റെ സിനിമയാണ്. പുള്ളിയുടെ മുൻപുള്ള സിനിമകൾ പോലെ നല്ലൊരു മൂവിയാണ്. പുള്ളി നല്ല ഭംഗിയായിട്ട് ചെയ്തിട്ടുണ്ട്. വിനീത് ശ്രീനിവാസൻ കുറേ നാളുകൾക്ക് ശേഷം ഒരു മുഴുനീള വേഷത്തിൽ പുള്ളിയും നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ നമ്മൾ ഇതിൽ വിനീത് ശ്രീനിവാസന്റെ കുറേ മാനസങ്ങളൊക്കെ കാണുമ്പോൾ നമുക്ക് പണ്ടത്തെ ശ്രീനിവാസന്റെ കുറേ സിനിമകളൊക്കെ അങ്ങ് ഓർമ്മ വരും. അത്ര നല്ല നല്ല ഇതായിട്ട് ചെയ്തിട്ടുണ്ട്. കഥയായാലും എല്ലാം ഫുള്ളും നല്ലൊരു മൂവിയാണ്. ഫാമിലി ആയിട്ട് വന്ന് കാണണം. ഇത് ഹിറ്റാക്കണമെന്ന് തന്നെയാണ് പറയുന്നത്. അത്രയ്ക്ക് ഇടയ്ക്ക് ഒരിടത്തും ഈ സിനിമ വലിയുന്നില്ല. നല്ല ഒരു ഒഴുക്കിന് പോകുന്നുണ്ട്. നല്ലൊരു മൂവി. പേര് പോലെ ജാതി ജാതക ആ ഒരു ബേസ് തന്നെയാണ്. അതെ തന്നെ, സിനിമ നമ്മൾ ജാതകം നോക്കുക, കല്യാണം ആലോചിക്കുക, പിന്നെ ആണ് കുറേ കണ്ടീഷൻസ് ഒക്കെ പറയല്ലോ, നിറം വേണം, അത് വേണം, ഇത് വേണം, വിദ്യാഭ്യാസം അങ്ങനെ ആയിരിക്കണം. അങ്ങനെ കല്യാണം നീണ്ടുപോയ ഒരു പുര നിറഞ്ഞിരിക്കുന്ന ഒരു പുരുഷന്റെ കഥയാണ് കാണിക്കുന്നത്. അയാളുടെ ജീവിതത്തിലേക്ക് വരുന്ന പല സ്ത്രീകളും ആണ് അതിൽ നമ്മളെ പോസ്റ്ററിൽ കാണുന്ന നടിമാരെല്ലാം. പിന്നെ ഫാമിലി മെമ്പേഴ്സായിട്ട് അഭിനയിച്ചിട്ടുള്ള എല്ലാവരും നല്ല രസിപ്പിക്കുന്ന ഒരു സിനിമയാണ്. നല്ലൊരു മൂവിയാണ്. നല്ല കോമഡി ഒക്കെ ഉണ്ട്, അടിപൊളി. കുറച്ച് നാളിന് ശേഷം നല്ല കോമഡി പടമായിരുന്നു, അടിപൊളി. വിനീത് ശ്രീനിവാസനൊക്കെ എങ്ങനെയുണ്ടായിരുന്നു? അപ്പോൾ നല്ല രസമായിരുന്നു. ആസ് യൂഷ്വൽ ഒരു എക്സ്പെക്ടേഷൻ ഉണ്ടല്ലോ പുള്ളിയുടെ പടം, അത് ഫുൾഫിൽ ചെയ്തിട്ടുണ്ട്. നല്ല പടം. വ്യക്തിപരമായിട്ട് എനിക്ക് വർക്കായില്ല. അതാണ് ഫസ്റ്റ് ഹാഫിനകത്ത് കുറച്ച് തമാശകൾ അവിടെ എവിടെയും ഫീൽ ചെയ്തു എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ബാക്കി അതിനപ്പുറത്തേക്ക് പടം പേഴ്സണലി എനിക്ക് വർക്കായിട്ടില്ല. എങ്ങനെയുണ്ട് കോമഡിയും കാര്യങ്ങളൊക്കെ? എങ്ങനെയുണ്ട് നമ്മുടെ ഇപ്പോഴത്തെ യൂത്തിന് കാണാൻ പറ്റുന്ന ടൈപ്പ്? ലൈക്ക് എൻ്റെ പേഴ്സണൽ ഒപ്പീനിയൻ ആണ് ഞാൻ പറയുന്നത്. ഞാൻ ആരെയും ഒരു സിനിമ മോശമാണോ നല്ലതാണോ എന്ന് പറയാൻ മാത്രമുള്ള അങ്ങനെ പറയുന്നത് ശരിയല്ല. എനിക്ക് പേഴ്സണലി എനിക്ക് വ്യക്തിപരമായി എനിക്ക് വർക്കായില്ല പടം. കുറച്ച് തമാശകൾ ഫസ്റ്റ് ഹാഫിൽ അവിടെ ഇവിടെ ഉണ്ടായിരുന്നു, അത് രസമുണ്ടായിരുന്നു. പക്ഷെ എൻ്റെ ഒരു സിറ്റുവേഷനുമായിട്ട് മാച്ച് ചെയ്യുന്ന കുറച്ച് തമാശകളുണ്ടായിരുന്നു. പക്ഷെ പടം ടോട്ടലി നമ്മളെ മുന്നോട്ട് കൊണ്ടുപോയില്ല. കാരണം ഒരു കണക്ട് നമ്മളെ ഫീൽ ചെയ്യിപ്പിച്ചില്ല. എങ്ങനെയുണ്ട് വിനീത് ശ്രീനിവാസൻ? എങ്ങനെ ഉണ്ടായിരുന്നു? പുള്ളി ആക്ച്വലി നല്ല പെർഫോമറാണ്, സോ അതുണ്ട്. ബട്ട് പടം മൊത്തത്തിൽ നമ്മളെ ഇമോഷണലി കണക്ട് ചെയ്യണം കേട്ടോ. അത് സംഭവിച്ചില്ല എന്നാണ് എൻ്റെ വ്യക്തിപരമായ ഒപ്പീനിയൻ. വേറെ ഒന്നുമില്ല. എന്താണ് ഇഷ്ടപ്പെട്ട എന്താണ് പടത്തിൽ? ആവറേജ്. എങ്ങനെയുണ്ട് കോമഡിയൊക്കെ? എങ്ങനെ ഉണ്ടായിരുന്നു? ചിലതൊക്കെ വർക്കൗട്ട് ചെയ്തു. കണ്ടോണ്ടിരിക്കാം. വിനീതിന്റെ നല്ല നല്ല അഭിനയമാണ്. കൊള്ളാം. എങ്ങനെയുണ്ട് കോമഡിയൊക്കെ? എങ്ങനെ ഉണ്ടായിരുന്നു? നല്ല കോമഡിയാണ്. വേറെന്താണ് എടുത്തു പറയാൻ പടത്തിനെ പറ്റി? നല്ല കോമഡിയാണ്. കണ്ടിരിക്കാം. വിനീത് ശ്രീനിവാസൻ നന്നായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. കോമഡി തന്നെയാണോ? കോമഡി, ഫുൾ ടൈം കോമഡിയാണ്. നായികമാരൊക്കെ ഉണ്ടല്ലോ സിനിമയിൽ. ഏതാ? നായികമാരൊക്കെ ധാരാളമല്ലേ? നായികമായി ധാരാളമുണ്ട്, പക്ഷേ ആർക്കും വലിയ പ്രാധാന്യം കൊടുത്തിട്ടില്ല. റിലേറ്റബിൾ ആണ് കണ്ടന്റ് ഒക്കെ? റിലേറ്റബിൾ ആണ്, നന്നായിട്ട് ഫുൾ ടൈം ചിരിച്ചുകൊണ്ടിരിക്കും. ഫാമിലിയോടെ കാണാൻ പറ്റുന്ന. ഫാമിലി. എങ്ങനെ ഉണ്ടായിരുന്നു സിനിമ?